ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന സെപ്റ്റംബർ മാസം 6-ാം തീയതി വെള്ളിയാഴ്ചത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ ആരംഭിക്കുന്നു. അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. ഫിലദൽഫിയ പെന്റക്കോസ്റ്റൽ ചർച്ചിന്റെ ആഭിമുഖ്യത്തിൽ ഇന്നും നാളെയും വൈകിട്ട് 7 മണി മുതൽ പ്രത്യേക സമ്മേളനം സഭാ ഹാളിൽ വെച്ച് നടത്തുന്നുവെന്ന് പാസ്റ്റർ MG ജോൺസൺ, ഡോക്ടർ ബിജു ചെറിയാൻ, ബ്രദർ മാത്യു വർഗീസ് എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ ജോൺസൺ C. ജോൺ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതാണ്. ഷിക്കാഗോ ലേഡീസ് ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിലുള്ള ഇൻ പേഴ്സൺ മീറ്റിംഗ് ഗിൽഗാൽ പെന്റക്കോസ്റ്റൽ അസംബ്ലിയിൽ വെച്ച് അടുത്ത ശനിയാഴ്ച സെപ്റ്റംബർ മാസം 14-ാം തീയതി ശനിയാഴ്ച പകൽ 10 മണി മുതൽ 12 മണി വരെ നടത്തപ്പെടുന്നതാണെന്ന് മുഖ്യ സംഘാടകരായ സിസ്റ്റേഴ്സ് മിനി ജോൺസൺ, റോസമ്മ തോമസ് എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ മോളി എബ്രഹാം ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നതാണ്. FPCCയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെയുള്ള എല്ലാ പെന്തക്കോസ്റ്റൽ സഭകളുടെയും സംയുക്ത പ്രവർത്തന വേദിയായ ഫെലോഷിപ്പ് ഓഫ് പെന്തക്കോസ്റ്റൽ ചർച്ചസ് ഇൻ ഷിക്കാഗോയുടെ ഈ വർഷത്തെ സംയുക്ത കൺവെൻഷനും സംയുക്ത ആരാധനയും സെപ്റ്റംബർ മാസം 20, 21, 22 തീയതികളിൽ ഷിക്കാഗോയിൽ വെച്ച് നടത്തപ്പെടുന്നു. 20, 21 വെള്ളി ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6:30 മണി മുതൽ IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് സംയുക്ത കൺവെൻഷനും ഞായറാഴ്ച രാവിലെ 8:30 മണി മുതൽ ട്രിനിറ്റി ബൈബിൾ സെമിനാറിൽ വെച്ച് സംയുക്ത ആരാധനയും നടത്തപ്പെടുന്നതാണെന്ന് FECCയുടെ ഭാരവാഹികളായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ വില്ലി എബ്രഹാം, പാസ്റ്റർ തോമസ് യോഹന്നാൻ എന്നിവർ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ അനീഷ് തോമസ് മുഖ്യ പ്രാസംഗികനായിരിക്കും. ഈ സംയുക്ത ആരാധനയും കൺവെൻഷനും ഇവിടെയുള്ള എല്ലാ വിശ്വാസികളും സഭകളും പങ്കെടുക്കണമെന്ന് ഭാരവാഹികൾ ഓർപ്പിക്കുന്നു. ഷിക്കാഗോയിലുള്ള വിവിധ പെന്തക്കോസ്തൽ സഭകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ബൈബിൾ ക്യൂസ് സെപ്റ്റംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ കാൽവറി ബാപ്റ്റിസ്റ്റ് ചർച്ച് 306 പാർക്ക് സ്ട്രീറ്റ് ബെൻസൺവില്ലിൽ വെച്ച് നടത്തപ്പെടുന്നു. ക്രിസ്ത്യൻ ടാലന്റ് ഫോറം ഷിക്കാഗോ എന്ന സംഘടനയാണ് ഈ ബൈബിൾ ക്യൂസ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് ബ്രദർ ജോയിസ് P. മാത്യു, ബ്രദർ ജോർജ് മാത്യു എന്നിവരുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വർഷത്തെ ആനുവൽ റിമി ബാങ്ക്വറ്റ് സെപ്റ്റംബർ മാസം 21-ാം തീയതി ശനിയാഴ്ച 11 മണി മുതൽ 2 മണി വരെ നടത്തപ്പെടുമെന്ന് റിമിയുടെ പ്രസിഡന്റ് റവറൻഡ് ഡോക്ടർ സജി ലൂക്കോസ് അറിയിക്കുന്നു. ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണി മുതൽ IPC ഷിക്കാഗോ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു പ്രത്യേക സമ്മേളനം നടത്തപ്പെടുന്നതാണ്. ഷിക്കാഗോയിൽ ദീർഘകാലമായി താമസിക്കുന്ന പാസ്റ്റർ സാംകുട്ടി മത്തായി എഴുതിയ നിരവധി ഗാനങ്ങൾ ഉൾപ്പെടെയുള്ള ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഹിസ് വോയിസ് ഷിക്കാഗോ എന്ന സംഗീത ഗ്രൂപ്പും മറ്റ് സംഘടനകളും ചേർന്ന് നടത്തപ്പെടുന്ന ഈ പ്രത്യേക സമ്മേളനത്തിൽ വെച്ച് പാസ്റ്റർ സാംകുട്ടി മത്തായിയെയും കുടുംബത്തെയും നാം ആദരിക്കുന്നതാണ്. നിരവധി ആരാധനാ ഗാനങ്ങൾ ഉൾപ്പെടെ ഏകദേശം 150ഓളം ഗാനങ്ങൾ എഴുതി ക്രൈസ്തവ ഗാന കൈരളിക്ക് സംഭാവന നൽകി തന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുന്ന പാസ്റ്റർ സാംകുട്ടി മത്തായി, അദ്ദേഹത്തിന് 88 വയസ്സ് കഴിഞ്ഞു. അദ്ദേഹം ഇപ്പോഴും ഗാനരചനയിലാണ്. അദ്ദേഹത്തെ ഒന്നുകൂടെ കാണുവാനും ഒന്നുകൂടെ അദ്ദേഹത്തെ ആദരിക്കുവാനും അദ്ദേഹത്തിന്റെ ചില പാട്ടുകളിലേക്ക് സന്ദർഭങ്ങൾ മനസ്സിലാക്കുവാനൊക്കെയുള്ള അവസരമാണ്. ഈ സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരും വന്ന് പങ്കെടുക്കണമെന്ന് എല്ലാ ദേവദാസന്മാരെയും സഭാവിശ്വാസികളെയും മറ്റ് ഇതര സംഘടനാ പ്രതിനിധികളൊക്കെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. ഇതൊരു വലിയ വിജയമാക്കി തീർക്കുവാൻ നിങ്ങളുടെ സഹകരണം ആവശ്യമുണ്ട്. ഒക്ടോബർ മാസം 5-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് വയനാട് ഡിസാസ്റ്റർ ഫണ്ടിലേക്ക് ഉള്ള സംഭാവനകൾ കഴിഞ്ഞ ദിവസങ്ങളായി ചെയ്യുന്ന എല്ലാവരുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. വയനാട്ടിൽ കഷ്ടപ്പെടുന്ന നമ്മുടെ സഹവിശ്വാസികൾ അല്ലാത്തവരുമായിരിക്കുന്നവരുടെ ഉന്നമനത്തിനു വേണ്ടി സഹായിക്കുവാൻ ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റി എടുത്തിരിക്കുന്ന തീരുമാനത്തോട് സഹകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നാം നടത്തുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ പല ചെക്കുകൾ ലഭിക്കുകയുണ്ടായി. നിങ്ങളുടെ ചെക്കുകൾ ഗുഡ് ന്യൂസ് എന്നാണ് എഴുതേണ്ടത്. അതിനുള്ള ഗുഡ് ന്യൂസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ റെസിപ്റ്റുകളും മറ്റ് വിവരങ്ങളും നിങ്ങൾക്ക് പുറകെ അയച്ചു തരുന്നതാണ്. ചെക്കുകൾ അയക്കുന്നവർ ഗുഡ് ന്യൂസ് എന്ന് എഴുതി കുര്യൻ ഫിലിപ്പ് 8924 ചർച്ച് സ്ട്രീറ്റ്, ഡസ് പ്ലെയിൻസ്, ഇല്ലിനോയ് 60016 എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. ഈ അഡ്രസ് സ്ക്രീനിൽ തെളിഞ്ഞ് വരുന്നതാണ്. ഈ അഡ്രസ്സിൽ അയച്ചു തന്നാൽ അത് ഗുഡ് ന്യൂസ് വഴി വയനാട്ടിൽ എത്തിച്ചേരുവാൻ സാധിക്കും. ഈ ഷിക്കാഗോ പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി വാർത്തയുടെയും
ഇതിന്റെ അകത്ത് പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളും വീക്കിലി റൗണ്ടപ്പ് ഉള്ള വാർത്തകളും എല്ലാം തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു സേവനമായിട്ടാണ് നമ്മുടെ അംഗങ്ങളിലേക്ക് അത് എത്തിച്ചേരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലർ വിളിച്ചു പറഞ്ഞു അവർക്ക് ഇത് ലഭിക്കുന്നില്ല, പണ്ട് ലഭിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ ലഭിക്കുന്നില്ല, സംഭാവനകൾ നൽകാഞ്ഞിട്ടാണോ, ഇതിന് വരിസംഖ്യ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ചിലർ വിളിക്കുകയുണ്ടായി. പറയട്ടെ, ഇത് തികച്ചും സൗജന്യമായിരിക്കുന്ന ഒരു സേവനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വാട്സാപ്പിന്റെ സെറ്റിംഗ് ചെന്ന് നോക്കുക. ഇതിന്റെ അകത്ത് ഞങ്ങൾ ഇതിനു മുമ്പ് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ അത് ലഭിക്കുന്നില്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയോ ഇതിൽ നിന്ന് നിങ്ങൾ വെളിയിൽ പോയിരിക്കാം. ഞങ്ങളിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു തെറ്റായിരിക്കണം നിർബന്ധമില്ല. നിങ്ങളുടെ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന എന്തെങ്കിലും തെറ്റുകളാകാം. അതുകൊണ്ട് അത് പരിഹരിച്ച് വീണ്ടും ഇതിന്റെ അകത്തേക്ക് കയറുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ചിക്കാഗോയിലും പരിസരത്തുമുള്ള നമ്മുടെ വാർത്തകൾ എത്രയും പെട്ടെന്ന് നിങ്ങളെ അറിയിക്കുകയും അത് ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ ഇടയാകേണ്ടതിന് വീണ്ടും ഈ പ്രവർത്തനത്തിൽ, ഈ സേവനത്തിൽ മുന്നോട്ട് പോകാൻ തക്കവണ്ണം ദൈവം നമുക്ക് ഒന്നിച്ചിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.